അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ദിവസം കാണുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രത്യേക നിയോഗത്തെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. ആരെങ്കിലും നമ്മളോട് പ്രത്യേക പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ജോബിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ദൈവമക്കളെ, നമുക്കറിയാം, തൻ്റെ ഉപജീവനത്തിലുള്ള വക പോലും മാറ്റിവെക്കാതെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ഒരു പാവപ്പെട്ട വിധവ. ഇതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവൻ അവിടുന്ന് ജീവിക്കുന്നവനാണ്. ജീവിക്കുന്ന മനുഷ്യ മക്കളോടൊപ്പം ആയിരിക്കുവാൻ കൊതിക്കുന്നവനാണ്. ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബ് പറഞ്ഞതുപോലെ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും, അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ദൈവമക്കളെ, ദൈവത്തെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. കാരണം ഹൃദയം തളരുമായിരിക്കും, മനസ്സുരുകുമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവനാണ്. ഈ ഒരു വലിയൊരു വചനത്തിന്റെ വിശ്വാസത്തിൽ നമുക്കുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, ഈശോയുടെ ഹൃദയം, ശ്രീപിതാവിന്റെ തൃക്കരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തൃത്യ കൂട്ടായ്മയുടെ വലിയൊരു സംരക്ഷണം, വിശുദ്ധനാമത്തിന്റെ ശക്തി, വചനത്തിന്റെ കോട്ടകെട്ടി, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം, തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മൾ ഇന്ന് കാണുന്നവരെ കേൾക്കുന്നവരെ എല്ലാവരേക്കും കടന്നു ചേരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം.